ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു യമഹ MT വണ്ടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ യമഹ MTക്ക് നമ്മൾ റോൾ ഓണിൻ്റെ ബ്രാസ് കിറ്റ് ഇടാൻ പോവാണ്. അതായത് ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഡ്യൂക്ക് വന്നിട്ടുണ്ട്, KTM ഡ്യൂക്ക്. ഇതിന് നമ്മൾ ഇന്ന് തന്നെ ചെയിൻസ് പോക്കറ്റ് മാറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ ഈ MTക്ക് പെഡോക്ക് വെച്ചിട്ടുണ്ട്, അറിയാലോ. സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മളിത് റാമ്പിൽ കയറ്റി പെഡോക്ക് വെച്ചു. ഇനി റാമ്പ് പൊക്കാൻ പോവാണ്. നമ്മളപ്പോൾ ഇതിൽ റോളോൻ്റെ ബ്രാസ്കിറ്റ് ഇടും. ഇതിൻ്റെ പഴയ ചെയിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രാസ് ആകുമ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ നെറ്റൊക്കെ അഴിക്കുക കേട്ടോ. നെറ്റൊക്കെ അഴിച്ച് നമ്മൾ ആ ഒരു ചെയിൻസ് പോക്കറ്റ് അഴിക്കാൻ പോവാണ്. വണ്ടി അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല കേട്ടോ. വണ്ടി സെയിം കളർ അലോയ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ടയറിൻ്റെ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ അഴിച്ചു കേട്ടോ. നമ്മൾ ടയർ റിമൂവ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് കുറച്ച് സമയം എടുക്കും ഈ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നത്. ഒരു 1 hour ഒക്കെ എടുക്കില്ലേ? 1 മണിക്കൂർ പ്രോസസ്സാണ് കേട്ടോ ചെയിൻസ് പോക്കറ്റ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാനതൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാണ്. 2 വണ്ടിയുടെ ചെയിൻസ് പോക്കറ്റ് നമ്മളിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ചെയിൻസ് പോക്കറ്റിൻ്റെ ആ ഒരു ചെറിയ സ്പോക്കറ്റ് അഴിച്ചു കേട്ടോ. അല്ലേ, സ്പോക്കറ്റ് അല്ലത്, ചെറിയ സ്പോക്കറ്റ് അഴിച്ചു. അപ്പോൾ അതേ ചെയിനൊക്കെ ലൂസായി വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ചെയിൻസ് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക അല്ലേ റഷീദ്? ലോക്കില്ലല്ലോ. ലോക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ആ ചെയിൻസ് പോക്കറ്റ് പൊട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളാ ചെറിയ പോക്കറ്റിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ലെവലിൽ തന്നെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആ ചെറിയ പോക്കറ്റ് അഴിച്ചു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ലോക്കില്ല. നമ്മളിത് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. ക്ലീനറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് നമ്മൾ ആ ഭാഗവും കാര്യങ്ങളൊക്കെ. നമ്മളിതിൻ്റെ ടയറൊക്കെ അഴിച്ചു കേട്ടോ. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ അവിടെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പോയപ്പോഴത്തേനും നമ്മുടെ സ്റ്റാഫ് ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ കട്ട് ചെയ്യാൻ പോവാണ്. ചെയിൻ കട്ട് ചെയ്തു കേട്ടോ. ലോക്കില്ലാത്ത ചെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബ്രാസ്കിറ്റാണ് നമ്മളിതിൽ ഇടുന്നത്. MT15 വരുന്ന. അപ്പോൾ ഇതിൽ ഓൾറെഡി ലൂബുള്ള ചെയിനാണ് കേട്ടോ. അത്യാവശ്യം ഓയിലാണ്. അപ്പോൾ അതാണ് ഈ ഒരു കളറ്. ശരിക്കും ഇത് പറഞ്ഞാൽ ഗോൾഡൻ കളറാണ് വരേണ്ടത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, കൊറോഷൻ റെസിസ്റ്റൻറ്റ്, ലെസ് സ്ട്രെസ്, അസ്തെറ്റിക്, എൻഹാൻസ്ഡ് വിയർ റെസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ചെയിനും പോക്കറ്റുമാണിത്. ഇതിൽ ലോക്ക് ഉണ്ട് കേട്ടോ. അല്ലേ, ഇതിൽ ലോക്കില്ലേ? ഇതിൻ്റെ ലോക്ക് നമ്മൾ അഴിച്ചു. അപ്പോൾ നമുക്കിത് ആ ഒരു കട്ടിങ്ങിൻ്റെ ആ പ്രോസസ്സ് ഒഴിവാക്കാൻ പറ്റും. നല്ല ഹെവി ചെയിനാണ്. നമ്മുടെ പഴയ ചെയിൻ പോലത്തെ ചെയിനല്ല, ഹെവി ബ്രാസ് ചെയിനാണ് കേട്ടോ അത്. ഇതിൽ ഓൾറെഡി ലൂബ് ഉണ്ട് അല്ലേ. ആ ഒരു ബ്ലാക്ക് കളറിൽ നമ്മൾ അഴിച്ചെടുത്ത പോക്കറ്റാണ് ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലിരിക്കുന്നത്.
നമ്മൾ ക്ലീനറും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ആ ഒരു പോക്കറ്റിൽ നമ്മൾ ആ ഒരു ചെയിൻ വെച്ചു. നമ്മൾ അഴിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനറും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാട്ടോ ഫിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യില്ല, നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ റീഫിറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു വണ്ടിയുടെ ഫിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. നമ്മൾ ബ്രാസ്കിറ്റൊക്കെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ടയർ റീഫിറ്റ് ചെയ്തു. കസ്റ്റമർ വെയിറ്റിംഗ് ആണ് കേട്ടോ, അപ്പോൾ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളൂ. ഈ ഭാഗമൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ചെയിന് കറക്റ്റാക്കുകയാണ്. ലൂസായ ഭാഗമൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയിന് നമ്മൾ ടൈറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു ചെക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടയർ ഹഗ്ഗറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ടയർ ഹഗ്ഗറിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. കുറച്ചധികം അടിപൊളി ഹാൻഡ് ഗ്രിപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യൂണിവേഴ്സലാണ്, ഒരുവിധ വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം അല്ലേ. യൂണിവേഴ്സൽ ഗ്രിപ്പാണ്, ഒരുപാട് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്, ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ് ഇവിടെ. എന്തൊക്കെയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. നമ്മളിനി വണ്ടി പെഡോക്കിൽ നിന്ന് ഇറക്കാണ്. ഒന്നും കൂടി ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പെഡോക്ക് വെച്ച കാരണം ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കൈ കടക്കുന്നില്ല. അപ്പോൾ പെഡോക്ക് റിലീസ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ടൈറ്റിങ്ങും കൂടി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി വെളിച്ചമുള്ള പോലെ ഉണ്ട്, പക്ഷേ വെളിച്ചമില്ല. നല്ല ഒരു 6:30-7 മണിയുടെ ഫീലിംഗ് ആണ് കേട്ടോ. നല്ല പെരുമഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കടയിലത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഇനി നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ കൊണ്ടുവരാം കേട്ടോ. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ചെയിൻ പോക്കറ്റും കൈയോടെ മാറ്റാൻ പോവാണ് കേട്ടോ. ഇതിലും പെഡോക്കിൽ വെക്കണം, സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. റാമ്പിൽ പൊക്കി നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. റാമ്പ് പൊക്കുന്നുണ്ട് കേട്ടോ. HJGയുടെ മിനി ഫോഗ് ലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ പെഡോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെന്താ ഇതാ ഹാൻഡ് ഗ്ലൗസ് വന്നിട്ടുണ്ട്. BSDDPൻ്റെ ഹാൻഡ് ഗ്ലൗ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ JB റേസിങ്ങിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും വരാറുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണാറില്ല. ഇന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ എടുത്താണ്. ഇതെന്താ, ഇത് ഹണ്ടറിൻ്റെ മെറ്റൽ വൈസറാണ് കേട്ടോ ഫ്രണ്ടിൽ വെക്കുന്നത്. എല്ലാം ഹണ്ടറിൻ്റെ തന്നെയാണ്. പിന്നെ JB റേസിങ്ങിൻ്റെ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഹാൻഡ് ഗ്രിപ്പിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ. നമ്മളിതിൻ്റെ ഹഗ്ഗർ അഴിക്കുകയാണ് കേട്ടോ. ഹഗ്ഗർ അഴിച്ച് മറ്റേ വണ്ടി പോലെ തന്നെയാണ്. ഹഗ്ഗർ അഴിക്കുന്നു, പിന്നെ നമ്മൾ ആ ചെറിയ പോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് വീലും കാര്യങ്ങളൊക്കെ അഴിച്ച് നമ്മൾ ആ പുതിയൊരു ചെയിൻ പോക്കറ്റ് ഫിറ്റ് ചെയ്യും. മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആ MTയുടെ ചെയിൻ പോക്കറ്റ് മാറ്റി, പക്ഷെ അവർക്ക് പോകാൻ പറ്റാതെ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ
ഈ വണ്ടിയുടെ ടയർ നമ്മൾ മൊത്തമായിട്ട് അഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നത് അല്ലേ. ജസ്റ്റ് ചെയിൻ സ്പോക്കറ്റ് അഴിച്ചെടുക്കാനുള്ള രൂപത്തിൽ മാത്രമാണ് ടയറും ഹഗ്ഗറൊക്കെ നമ്മൾ അഴിച്ചിട്ടുള്ളൂ. നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കൂടുതലെടുക്കും. കാരണം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ആ ഒരു ചെയിന് ഫിറ്റ് ചെയ്യാൻ. ഓരോ നെട്ടുകളായിട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈറ്റാണ് സാധനങ്ങളൊക്കെ അല്ലേ. നല്ല ടൈറ്റാണെന്നാണ് നമ്മുടെ സ്റ്റാഫ് പറയണത്. നല്ല ബുദ്ധിമുട്ടാണ് അഴിച്ചെടുക്കാൻ. കണ്ടോ, അത് കാരണം ഈ ഒരു മെഷീനിലാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മളെന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ആ ചളിയൊക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ, ക്ലീനർ അടിച്ചിട്ട്. നമ്മൾ പഴയ ചെയിൻ അയച്ചിട്ടു കേട്ടോ. ഇത് പുതിയ ചെയിൻ ഇതാ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു ചെറിയ പോക്കറ്റിൽ വെച്ച് സെറ്റാക്കിയിട്ട് അത് ടൈറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കിലത്തെ പോക്കറ്റും കൂടി കറക്റ്റാക്കും. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു ഈ ഒരു വണ്ടി റെഡിയാക്കി എടുക്കാൻ. ഇതിൽ ലോക്ക് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഈ ചെയിന് ജസ്റ്റ് ഒന്ന് ആ പോക്കറ്റിൽ നിന്ന് വിടിച്ചെടുത്തിട്ടേ ഉള്ളൂ. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പെഡോക്ക് വഴി ഊരിക്കഴിഞ്ഞാൽ ചെയിന് കിട്ടും. KTM ഡ്യൂക്കിൻ്റെ ചെയിൻ പോക്കറ്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലൂബ് അടിക്കാത്ത ചെയിനാണ്, അതുകൊണ്ട് തന്നെ ബ്രാസ് കളറിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞു. നമ്മൾ എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞു. ഇതിന് മുന്നേ നമ്മൾ MTയുടെ ഫിറ്റിംഗ് ആയിരുന്നു കാണിച്ചത്. അപ്പോൾ ആ വണ്ടി കസ്റ്റമർ കൊണ്ടുപോയി. അപ്പോൾ ഈ വണ്ടിയുടെ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിൽ വന്ന 2 ചെയിൻ പോക്കറ്റ് മാറ്റുന്ന വീഡിയോ ആണ്. റോളോൻ്റെ ബ്രാസ്കിറ്റാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഒന്ന് ഈ ഒരു KTM ഡ്യൂക്കിനും അതുപോലെ തന്നെ ഒന്ന് യമഹ MTക്കുമാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ വർക്കുകളും ഞാൻ ഇനിയും കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.